അപ്പൊ ഉണ്ണിയെ അമ്മാവൻ കുറച്ചു ദിവസമായി വന്ന് താമസിക്കണോ. എന്തിനാ വന്നിരിക്കണേന്നറിയോ? തൊന്നേതുമാകതോ വീര യുധാജിന്മാതുലസ്തവ. തൊന്നേതും ഉണ്ണിയെ കൊണ്ടുപോവാൻ അമ്മാവൻ വന്നിരിക്കണേ അത്രേ. ഇന്നലെ ഉണ്ടായി വന്നപ്പോ പറയണ്ടായി. ചോദിച്ചു, എന്നോട് ചോദിച്ചു, എന്നാ ഉണ്ണി എങ്ങടെ കൊണ്ടുപോകാൻ വിരോധാവോ അവിടത്തേക്കേ ചോദിച്ചു. ഞാൻ പറഞ്ഞു വിരോധമൊന്നും ഇല്ല എന്നും പറഞ്ഞു. ഉണ്ണിക്ക് എന്താ വേണ്ടു വെച്ചാൽ ആവാട്ടു, അമ്മാവൻ കാത്തിരിക്കണോ. ഉണ്ണി വരും നിരീക്ഷിച്ചിട്ട് എവിടേക്ക് അങ്ങോട്ട് പോവാനേ, അമ്മാവന്റെ കുടുംബത്തേക്ക് അമ്മാത്തേക്ക് പോവാനേ അമ്മാവൻ കാത്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്താ വേണ്ടത് ചോദിച്ചു. അദ്ദേഹം പ്രാർത്ഥിക്കൊണ്ടേ ഉണ്ണി വേണിച്ച പൊയ്ക്കോളൂ കിട്ടുന്നു. അപ്പൊ ഇത് കേട്ടപ്പം അമ്മാവൻ ഇങ്ങനെ കാത്തിരിക്കണോ, തന്നെ കൊണ്ടുപോകാനാണ് വന്നത്. വിവാഹമൊക്കെ കഴിഞ്ഞ സന്തോഷത്തിൽ പങ്കെടുത്തു. ഇനിയിപ്പം പോകുമ്പോൾ കുട്ടികളെയും കൊണ്ട് പോവാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ട്. എന്നാ അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞ് അച്ഛനെ അഭിവാദ്യ, അച്ഛനെ നമസ്കരിച്ചു. ഗുരും രാമം, രാമേട്ടനെയും തൊഴുതു. പരിഷ്വജ്യ ച ലക്ഷ്മണം, ഉണ്ണി ലക്ഷ്മണനെ നല്ലോണം കെട്ടിപ്പിടിച്ചു. എന്നിട്ടോ ഗമനായ അഭിചക്രമേ, അമ്മാവന്റെ കൂടെ എങ്ങോട്ട് പോയി. അപ്പൊ ഈ ഭരതൻ ഭാര്യയും കൂട്ടി പോകുമ്പം ശത്രുഘ്നനും എങ്ങോട്ട് പോയി, ശത്രുഘ്നനും കുടുംബം അങ്ങോട്ട് പോയി. യുദ്ധാജിത്ത് അമ്മാവന്റെ കൂടെ പോയി. അപ്പൊ യുദ്ധാജിത്തിന്റെ കൊട്ടാരത്തിലേക്ക്, കേകയ രാജ്യത്തേക്ക്, കൈകേയിയുടെ നാട്ടിലേക്ക് ഈ യുദ്ധാജിത്ത് അമ്മാവന്റെ കൂടെ ഭരതനും ശത്രുഘ്നനും ഭാര്യമാരോട് കൂടിയിട്ട് പോയി. ഇപ്പൊ കൊട്ടാരത്തിൽ ആരൊക്കെ ഉണ്ട്? രാമനും ലക്ഷ്മണനും സീതയും ഊർമിളയും കൊട്ടാരത്തിൽ ഇവിടെ അയോധ്യയിലുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറെ കാലം കഴിഞ്ഞ് പിന്നെയും കാലം പോവുകയാണ്. അവരവിടെ അമ്മാവന്റെ കൂടെ കഴിച്ചു കൂട്ടുന്ന കാലത്ത് ഭരതൻ പോയി. രാമനും ലക്ഷ്മണനും അച്ഛനെ നല്ലോണം സേവിച്ച് മറ്റേ രണ്ട് ഉണ്ണികളും പോയ വിവരം അറിയിക്കാതെ തന്നെ കഴിച്ചു കൂട്ടി. അങ്ങനെ കഴിഞ്ഞു കൂടുന്ന കാലത്ത് കാലം പിന്നെ ഇങ്ങനെ മുമ്പിക്ക് പോയിപ്പോ നമ്മൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന കുട്ടികളുടെ കാര്യമൊന്നും പറഞ്ഞില്ല. അതല്ലേ പറയേണ്ടതില്ലേ? പെങ്കടാങ്ങളെ കൊണ്ടുവന്നതിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. എന്നാ അത് കേട്ടോളൂ. ഈ കുട്ടികൾ വന്നതിന്റെ ശേഷം സീത വന്നപ്പോ എന്താ ഉണ്ടായെന്നറിയോ? പ്രിയാതു സീതാരാമസ്യ ധാരാ പിതൃകൃത ഇതി ഗുണാൽ രൂപഗുണാച്ചാപി പ്രീതിർ ഭൂയോഭ്യവർദ്ധത. എന്താർത്ഥം? അതായത് ഈ രാമൻ എന്തേ കണക്കാക്കിയെന്നു? പ്രിയാതു സീതാരാമസ്യ ധാരാ പിതൃകൃത ഇതി. ആദ്യം ഈ സീതയെ രാമൻ സ്നേഹിച്ചതേ അച്ഛൻ തനിക്ക് വേലി അഴിച്ചെന്ന കുട്ടിയാണല്ലോ എന്ന് കണക്കാക്കിയിട്ടാ. എങ്ങനെയാണ്? വിവാഹം കഴിഞ്ഞപ്പോഴേ സീതയോട് വലിയ സ്നേഹമായിരുന്നു. എങ്ങനെയാ സ്നേഹിച്ചത്? അച്ഛൻ വിവാഹം ചെയ്തു തന്ന കുട്ടിയല്ലേ, അപ്പൊ അതൊരു മഹിമയല്ലേ. അങ്ങനെയാണ് ആരെയെ സ്നേഹിച്ചു തുടങ്ങിയത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ എന്താ ഉണ്ടായെന്നറിയോ? ഗുണാത് രൂപഗുണാച്ചാപി പ്രീതിർ ഭൂയോഭ്യവർദ്ധത. അങ്ങനെ സീതയുടെ ഈ ഗുണങ്ങളും മഹിമകളും സ്വഭാവവും സൗശീല്യം നന്മകളും പ്രാപ്തിയും ആ ഒരു മഹിമകളൊക്കെ ഇല്ലേ, ആ മഹിമകളൊക്കെ കുറേശ്ശെ ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ് തുടങ്ങിയപ്പം എന്ത് കൂടിക്കൂടി വന്നു? സ്നേഹം കൂടിക്കൂടി. എന്തല്ലേ ഭംഗി! നമ്മുടെ നാട്ടിൽ ആ കല്യാണം കഴിക്കണ അന്ന് അതിന്റെ പിറ്റേന്നു അമ്പമ്പോ വല്ലാത്ത ജാതിയാ അല്ലേ? എന്താണ് അന്നത്തെ കൊണ്ടാടൽ! അങ്ങടും അപ്പോഴേക്ക് പോവും കുളു മണാലി. എവിടേക്ക്? മലയാള നാട്ടിൽ പറ്റില്ല. എന്നിട്ട് അവിടെ പോയി കേമായിട്ടൊക്കെ തിരിച്ചു വന്നാൽ പിന്നെ എവിടേക്കാ പോകേണ്ടതെന്ന് കോടതിയെ തീരുമാനിക്കുക. പെൺകുട്ടിയോട് ചോദിച്ചു എവിടേക്കാ പോകേണ്ടത് ചോദിച്ചു. പെൺകുട്ടി പറഞ്ഞു അമ്മയെ കേട്ടാ പറ്റി എന്നും പറഞ്ഞു. അതിൻ്റെ അമ്മയുടെ കൂടെ പറഞ്ഞേച്ചു. പയ്യനോട് ചോദിച്ചു എവിടേക്കാ പോകണ്ടേ ചോദിച്ചു. പയ്യൻ പറഞ്ഞു അമ്മാവനെ ഒന്ന് കാണണം എന്നും പറഞ്ഞു. എന്താ അത്? അമ്മാവനെ കല്യാണം ഉണ്ടാക്കിയതേ, അമ്മാവന്റെ കാര്യം തീരുമാനമായി. ഇങ്ങനെയൊക്കെയല്ലേ നമ്മുടെ നാട്ടിലൊരു പൊതുശീലം. എല്ലാവരും ഇങ്ങനെയാ. നല്ലൊരു പൊതുമട്ട എങ്ങനെയല്ലേ? അമ്മട്ടല്ല ഇവിടെ ഉണ്ടായത്. അതായത് എങ്ങനെയാ ചോദിച്ചാല് ഈ പിന്നെ സജ്ജനങ്ങളുടെ ബന്ധം കരിമ്പിന്റെ തണ്ടിന്റെ മുകളിൽ നിന്ന് കീഴ്പ്പെട്ട് വരും പോലെയാന്നാ പറയുക. എന്താ പറയുക? സജ്ജനങ്ങളുടെ ബന്ധം അങ്ങനെയാ. സജ്ജനങ്ങളോട് പരസ്പര ബന്ധം ഉണ്ടായാല് ഏത് മട്ട ഉണ്ടാവുമെന്നറിയൂ? കരിമ്പിന്റെ തണ്ടുണ്ടല്ലേ, വലിയ കരിമ്പിന്റെ ഒരു ഒറ്റ തണ്ട് ഇങ്ങോട്ട് നമ്മൾ കൊണ്ടുവന്നാല് കരിമ്പിന്റെ തണ്ടിന്റെ അറ്റത്തുനിന്ന് പറഞ്ഞാൽ ആ കരിമ്പിന്റെ ഓലയും ഇലയൊക്കെ ഉണ്ടാവുന്ന ഭാഗല്ലേ, ആ ഭാഗത്ത് നിന്ന് കീഴ്പ്പെട്ട് വരണ മാതിരിയാണ് അതിന്റെ ബന്ധത്തിന്റെ ഒരു മാധുര്യം ഉണ്ടാവുക എന്നാ പറയുക. കരിമ്പിന്റെ തണ്ടിന്റെ അറ്റത്ത് എങ്ങനെ ഉണ്ടാവും? ചടിയുടെ ഇലയൊക്കെയുള്ള ഭാഗത്ത് എങ്ങനെ ഉണ്ടാവും? അത്രയ്ക്ക് ഉണ്ടാവില്ലേ, ചവർപ്പേ ഉണ്ടാവുള്ളൂ. രണ്ടാമത്തെ മുട്ടിലേക്ക് കിടക്കുമ്പോഴേക്കോ മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ, ആറാമത്തെ ആകുമ്പോഴേക്ക് ശരിയല്ലേ? ഇങ്ങനെ കീഴ്പ്പെട്ട് വരുമ്പോഴേക്ക് മധുരം കൂടി വരും, തീവ്രമാവും. അങ്ങനെയാണ് സജ്ജനങ്ങളുടെ ബന്ധം. ശരിയല്ലേ? ആദ്യം തുടക്കുമ്പം
കുറേശ്ശെ 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 പിന്നെ ഇത് കൂടി കൂടി വലിയ കഥയും. ദുഷ്ടന്മാരായിട്ടുള്ള വലിയ ദുഷ്ട സംസർഗം എങ്ങനെയാണെന്നറിയോ? കരിമ്പിന്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് പോണ മാതിരിയാ. എങ്ങനെയാണ്? ആദ്യം വലിയ കേമാവും, പിന്നെ പിന്നെ ഇത് കുറഞ്ഞു കുറഞ്ഞാണ് വരിക എന്നാ പറഞ്ഞത്. ഇപ്പൊ രാമന്റെയും സീതയുടെയും ബന്ധം എങ്ങനെയുണ്ടായത്? അത് മഹിമയാ പറഞ്ഞത്. ആദ്യം അച്ഛൻ വെളിയിച്ചെന്ന കുട്ടിയല്ലേ, അപ്പൊ സ്നേഹിക്കണല്ലോ, അതിന് വിരോധം വിഷമുണ്ടാവാൻ പാടില്ല. അങ്ങനെയാണ് ആര് തുടങ്ങിയത്? പിന്നെ പിന്നെ അതങ്ങനെ ആ മഹിമകളും പ്രത്യേകതകളൊക്കെ അറിഞ്ഞത് വർദ്ധിച്ച് 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 ഇങ്ങനെയാണ് ബന്ധങ്ങളൊക്കെ എന്താവേണ്ടത്? നന്നായി വളർന്ന് ശരി തന്നെയല്ലേ? നമ്മളിപ്പോൾ ഒരാളായിട്ട് കാണുമ്പോൾ ആദ്യത്തെ ദിവസം കാണുമ്പോൾ നമുക്ക് അത്രയ്ക്കൊന്നും നിശ്ചയം ഉണ്ടാവില്ല ആളെ കുറിച്ച്. അവർ കണ്ട കുറച്ച് ദിവസം ബന്ധപ്പെട്ടു, പരിചയപ്പെട്ടു, അടുത്തൊക്കെ പെരുമാറി, നല്ലോണം മിണ്ടിയും പറഞ്ഞും കൊണ്ടും കൊടുത്തൊക്കെ പെരുമാറി വരുമ്പോൾ ആളെ നല്ലോണം മനസ്സിലാവുമ്പോൾ നമുക്ക് എന്ത് കൂടും? ആളൊരു മഹാത്മാവാണെന്ന് തോന്നുമ്പോൾ വീണ്ടും വീണ്ടും ഇത് എന്ത് വർദ്ധിച്ചു വരും? നമ്മൾക്ക് ആ ബന്ധത്തിന് ശക്തി കൂടി കൂടി വരും. ശരിയല്ലേ? അത് അങ്ങനെയാണ് വരേണ്ടത്. അങ്ങനെയുള്ള ബന്ധങ്ങളാണ് വളർന്ന് വളർന്ന് മുമ്പിലേക്ക് പോവുക. സീതയുടെ കഥയിൽ അങ്ങനെയുണ്ടായത്, രാമന്റെ കഥയിലുണ്ടായ പ്രത്യേകതയാണ് പറഞ്ഞത്. അങ്ങനെ ഈ സമ്പ്രദായം തസ്യാശ്ച ഭർത്താദ്വിഗുണം ഹൃദയേ പരിവർത്തതേ അന്തർജാതമഭിവ്യക്തം ആഖ്യാതി ഹൃദയം ഹൃദ. ആ ബന്ധം ഹൃദയം കൊണ്ട് വളർന്നു വന്നു. സീതാരാമ ബന്ധം മഹാകേമായി എന്നാ പറയുന്നത്. അങ്ങനെ ഭർത്താവിന്റെ ഭാവം തൻ്റെ മനസ്സിലും 2-3 ഇരട്ടിയായിട്ട് വളർന്നു വന്നു എന്നാ പറയുക. അത് വലിയ മഹിമയാണ്. നമുക്കിത് കുറെ കഴിയുമ്പോൾ കാണും ചെയ്യുക അവരുടെ ബന്ധത്തിന്റെ പ്രത്യേകത. അത് കഴിഞ്ഞു. അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഇത്രയും കൊണ്ട് ബാലകാന്ഡം കഴിഞ്ഞതാണ്. പിന്നീട് എന്താണ്ടായി ചോദിച്ചാൽ, ഈ പുത്രന്മാരെ 4 പേരും രാമനും ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നനും 4 പേര് എങ്ങനെയാണ് അച്ഛൻ്റെ കൂടെ കഴിച്ചു കൂട്ടിയത് ചോദിച്ചാൽ പറയും, ഒരു രാജാവിൻ്റെ 4 കൈ പോലെയായിരുന്നു 4 മക്കളെന്നാ പറയുക. എന്നുവെച്ചാൽ എന്താ അർത്ഥം? 4 കൈ പോലെയാണ് 4 മക്കൾ. ഇപ്പം നമുക്ക് എപ്പോഴും വലിയ സഹായിയായിട്ടിരിക്കണം, എന്തിനും സഹായമായിട്ട് ഒപ്പം നിൽക്കണം. നമ്മൾ എന്ത് പറയും? അവൻ എൻ്റെ വലം കൈയായിരുന്നു എന്നാണ് പറയുന്നത്. എന്താർത്ഥം? അങ്ങനെ പറയാറില്ലേ നമ്മൾ? അതിൻ്റെ അർത്ഥം എന്താണെന്നറിയൂ? തനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തൻ്റെ കൂടെ ഒപ്പത്തിനൊപ്പം എന്തിനും സഹായമായിട്ട് നിൽക്കുന്ന ഒരു വലിയ അടുപ്പക്കാരനായിരുന്നു അദ്ദേഹം. അന്ന് കാണിക്കാൻ അങ്ങനെ. എന്നിട്ട് രണ്ടാളുണ്ട് ചെന്ന് പറയും, ഇതെൻ്റെ അടുത്തേ കയ്യും ഇതെൻ്റെ വലത്തെ കയ്യാന്ന് പറയും. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? അത് 2 പേര് അത്രയ്ക്ക് അടുപ്പുള്ള ഒരു സ്നേഹമുള്ള കൂട്ടരാണ്, സഹായമുള്ള കൂട്ടരാണെന്ന് പറയാനും കൂടിയാണ്. ഇപ്പം രാജാവിൻ്റെ 4 കൈ പോലെ 4 മക്കൾ വളർന്നു എന്ന് പറഞ്ഞ 4 മക്കളും അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ചും കൊണ്ട് അച്ഛനെ സേവിച്ച് അച്ഛൻ്റെ ഒപ്പത്തിനൊപ്പം അച്ഛനെ ധിക്കരിക്കാതെ. നമ്മുടെ കൈ നമ്മളെ ധിക്കരിക്കുമോ? നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യം നമ്മുടെ കൈ ചെയ്യുമോ? ചെയ്യാൻ തുടങ്ങിയാൽ മരുന്ന് കഴിക്കണം. എന്താ കാരണം? നമ്മുടെ കൈ നമ്മൾ വിചാരിക്കാത്തേക്കൊക്കെ പോയാൽ കഷ്ടാവില്ലേ? അപ്പോൾ എന്തെങ്കിലും ചികിത്സ ചെയ്യേണ്ടി വരും. നമ്മൾ ഉദ്ദേശിക്കലിക്കേ പോകുള്ളൂ, ഉദ്ദേശിച്ച മതിയെ ചെയ്യുള്ളൂ. അതിൽ കടന്നു കയറി ചെയ്യില്ല, വേണ്ടാത്ത എന്നൊക്കെ പോകുമ്പോൾ പിൻവലിക്കും. അങ്ങനെ ആ മക്കൾ വളർന്നു. രാമനാണെങ്കിലോ അങ്ങനെ കഴിച്ചുകൂട്ടി, കേമായിട്ട് കഴിച്ചുകൂട്ടി. അപ്പോഴാണ് ദേവലോകത്ത് ദേവന്മാരൊക്കെ സന്തോഷിച്ചു. എന്താ കാരണം? സഹി ദേവൈരുദീർണസ്യ രാവണസ്യ വധാർത്ഥിഭി അർത്ഥിതോ മനുഷേ ലോകേ ജജ്ഞേ വിഷ്ണു സനാതന. അയോധ്യാകാന്ഡത്തെ വരി കേട്ടോ. ഇത് മറ്റോമാര് കേട്ടാ പറയും പ്രക്ഷിപ്താന്ന് പറയും. ഇത് മറ്റോമാര് ചരിത്രക്കാര് ഇവിടെ പറഞ്ഞത്. സഹി ഈ ഭഗവാൻ ശ്രീരാമൻ എന്തിനാ ഭൂമിയിൽ വന്നത്? ദേവൈരുദീർണസ്യ ദേവന്മാരുടെ കയ്യിൽ നിന്ന് വരം വാങ്ങി വന്ന ദുഷ്ടനായ രാവണന്റെ വധാർത്ഥിഭി, ആ രാവണന്റെ ദുരിതം ഇല്ലാതെ കണ്ടാക്കാനായിട്ട് മോഹിച്ച് പുറപ്പെട്ട് നോക്കൂ. അർത്ഥിതോ മാനുഷേ ലോകേ. അങ്ങനെ ദേവന്മാര് പ്രാർത്ഥിക്കുക കാരണം മനുഷ്യലോകത്ത് വന്ന് അവതരിച്ചതായ ജജ്ഞേ വിഷ്ണു സനാതന, ശാശ്വതനായ സനാതനനായ നിത്യനായ നിരാമയനായ ഭഗവാൻ മഹാവിഷ്ണു ആണ് ആര്? രാമൻ. അപ്പൊ അങ്ങനെയല്ലേ വരുള്ളൂ. എങ്ങനെയല്ലേ വരുള്ളൂ? ഇങ്ങനെ തന്നെയല്ലേ വരുള്ളൂ ആ മഹിമ എന്ന് പറയാ. അപ്പൊ അദ്ദേഹം എങ്ങനെ വെച്ചാൽ അത്ര അങ്ങനെ കഴിച്ചുകൂട്ടി വളരെ ശാന്തനായിട്ട്. രാമന്റെ 1-2 സ്വഭാവങ്ങളാണ് ഇനി പറയണത് കേട്ടോ. സതു നിത്യം പ്രശാന്താത്മ. രാമൻ എപ്പോഴും എങ്ങനെയായിരുന്നു? വളരെ ശാന്തനായിരുന്നു, വളരെ ശാന്തന. ഒരു ക്രൂരത അല്ലെങ്കിൽ ഒരു ദുഷ്ടത ഒന്നും ആരുടെ കയ്യിൽ കാണില്ല. അദ്ദേഹത്തിന് ധർമ്മത്തിന്റെ സൂക്ഷ്മത അദ്ദേഹത്തിന് എപ്പോഴും ധർമ്മത്തിന്റെ ഇഴകേറി പരിശോധിച്ചിട്ട് അദ്ദേഹം ചെയ്യും. ഇങ്ങനെ ഒരാളെ പിന്നെ നമ്മൾ കണ്ടത് എവിടെയാണെന്നറിയോ? മഹാഭാരതത്തിലാ. അതാര്? മഹാഭാരതത്തിൽ ഏതാണ്ട് ഇങ്ങനെ ഒരാളുണ്ട്. ഒരു ഏട്ടനന്യന്മാരാന്ന് തോന്നുന്നു. രണ്ടാളെയും കൂടി ഒരു കൂട്ടിലാക്കാം. അതാരാ? ഒരു യുധിഷ്ഠിരൻ ഉണ്ടായിരുന്നു. യുധിഷ്ഠിര മഹാരാജാവിന് ഇങ്ങനെയാ. കാല് പൊക്കുമ്പം നേരെ അയ്യോ ധർമ്മ, അയ്യോ പുസ്തകം ഒന്ന് നോക്കൂ ഉണ്ണിയേ ഭീമ, കാല് ഇങ്ങനെ തന്നെയാണോ വെക്കേണ്ടതെന്ന്. എന്താ ധർമ്മ സംശയം തീരില്ലേ? അത്ര കൃത്യക്കാരനാണ്. ചിലപ്പോൾ യുധിഷ്ഠിരന്റെ ചില കഥയൊക്കെ വായിച്ച് പറഞ്ഞു വരുമ്പോൾ തോന്നും ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനിയനെന്നാ തോന്നണിയിരുന്നവർക്കെങ്കിലും
ഇല്ലല്ലേ? എന്നാൽ ഇത് കഴിഞ്ഞാൽ അത് വായിച്ചോളൂ. ഏത് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ആ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഒരു ധർമ്മത്തിന്റെ കാര്യത്തിലൊരു ശ്രദ്ധ കൂടിയ ആളായിരുന്ന മഹാത്മാവേ ഇവിടെ തന്നെ ഉണ്ടായത്. അദ്ദേഹം എങ്ങനെ പ്രശാന്താത്മാവ് മൃദുപൂർവം ഭാഷത്തെ, എല്ലാവരോടും വളരെ മൃദുവായിട്ടേ സംസാരിക്കുള്ളൂ. മൃദുവായിട്ട് സംസാരിക്കുക പറഞ്ഞ അർത്ഥം എന്താ? ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ നിശ്ചാത എനിക്കറിയില്ല കേട്ടോ, അങ്ങ് ആരോടും ചോദിക്കണേ, അറിയായോണ്ട് അഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കി ചോദിച്ചോ, പറഞ്ഞെന്നാൽ മതിച്ചാ ഞാൻ പറഞ്ഞുതരാം. എന്തൊരു മൃദു അല്ലേ? അല്ല വിശ്വക്കൂ. അല്ലാതെ അദ്ദേഹത്തോട് തട്ടി കയറുക അല്ലെങ്കിൽ ക്രൂരത പറയുക, വലിയ വിഷം ഒന്നും ചെയ്യില്ല രാമൻ. വളരെ വിനയം, വളരെ ലാളിത്യമായിട്ട് സംസാരിക്കും. ഉച്യമാനോപി പരുഷം നോത്തരം പ്രതിപദ്യത. ആരെങ്കിലും ഇങ്ങോട്ട് വന്ന് ഇനി മുഷ്ഞ്ഞ വർത്തമാനം പറഞ്ഞാലും അങ്ങട് ആചാതി ആര് പറയില്ല, രാമൻ പറയില്ല. ഇങ്ങോട്ട് പറഞ്ഞാലും അങ്ങോട്ട് പറയില്ല. ആകുമ്പോൾ അല്ലാത്ത ജാതിയല്ലേ, നമ്മൾ ഇങ്ങോട്ട് പറയണ്ട, അല്ലാണ്ട് തന്നെ അങ്ങോട്ട് പറയില്ലേ. പൊതുവെ ലോകം അങ്ങനെയല്ലേ പതിവ്. ഇതൊന്നുമില്ലേ. എന്നിട്ട് എന്താ വെച്ചാല് ആരെങ്കിലും എന്തെങ്കിലും കഥഞ്ചിത് ഉപകാരേണ കൃതേനൈകേന ദുഷ്യതി, എന്തെങ്കിലും ഒരു ചെറിയ ഉപകാരം ആരെങ്കിലും ചെയ്തു കൊടുത്താൽ എന്തൊരു വലിയ സന്തോഷമാണ്. ഞാൻ പറയണ്ട, അങ്ങ് അങ്ങനെ എന്താ, അതിലൊന്നും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല, നിസ്സാരം. എന്നാലും അതൊരു വലിയ കാര്യമായിട്ടേ കൂട്ടുള്ളൂ. ഈ സ്വഭാവത്തിന്റെ പേരാണ് കൃതജ്ഞത. എന്താ പേര്? രാമനെ കുറിച്ച് പറഞ്ഞപ്പോൾ വാൽമീകി ചോദിച്ചൊരു ഗുണം എന്താണ്? കൃതജ്ഞനായിട്ട് ഒരാൾ ആരുണ്ട്? അത് രാമൻ തന്നെ. കൃതജ്ഞത, നമ്മൾ നല്ല കൃതജ്ഞതയൊക്കെ വളരെ കുറവാണ്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായമൊക്കെ ചെയ്ത് തന്നതുകൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പം എങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവും. ആരൊക്കെ സഹായിച്ചിട്ടുണ്ടാവും നമ്മളില്ലേ? പണം മാത്രമൊന്നുമല്ല സഹായം, എന്തൊക്കെ തരം സഹായങ്ങൾ ആരൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. ആലോചിച്ചു നോക്കൂ. ഒന്നുമില്ല, ബസ്സിൽ നിന്ന് അങ്ങോട്ട് വീഴാൻ പോയപ്പോൾ മറ്റേ പിടിച്ചില്ല, ആരെയും നമുക്ക് ചെയ്യില്ല, അതൊരു സഹായം. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒന്ന് നിൽക്കണം. ഇല്ലേച്ചാൽ ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ അറിഞ്ഞും അറിയാതെയും ഓർമ്മയിൽ ഇരിക്കണതും ഇരിക്കാത്തതുമായിട്ട് എന്തൊക്കെ തരം സഹായങ്ങൾ ലോകത്തു നിന്ന് കിട്ടിയിട്ടാണ് നമ്മളൊക്കെ ജീവിച്ച് നിലയിലൊക്കെ എത്തിയത്. ശരി, ഇനി എന്തൊക്കെ വേണ്ടി വരും ആരുടെയൊക്കെ അല്ലേ? ആലോചിച്ചൊക്കെ ഒന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ഭാവം എല്ലാറ്റിനോടും കണക്കാക്കണം. ആരോടും നമ്മൾ എന്ത് ചെയ്യരുത്, ആരെ എപ്പോഴാണ് എന്താ വേണ്ടി വരും. പണ്ടൊക്കെ കുട്ടിക്കാലത്ത് എന്തെങ്കിലും അന്തല്ലിയെ കാണിക്കാൻ പറയില്ല, ഉണ്ണേ അങ്ങനെയൊന്നും പറയരുത്, ആരാ എപ്പോഴാന്നൊന്നും നിശ്ചയില്ല. നമ്മളൊക്കെ സഹായം ചെയ്യാനുള്ളവരാ ലോകരെ. അതുകൊണ്ട് ധിക്കാരം അന്തല്യായി ഒന്നും ആരോടും പറയരുത്, കാണിക്കരുതെന്നൊക്കെ മുതിർന്നവർ പറഞ്ഞ് പഠിപ്പിക്കാറില്ലേ നമ്മളെ. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ആരെയും നമ്മൾ നിന്ദിക്കുകയോ പരിഹസിക്കുകയോ എപ്പോഴാണ് ആരെ കൊണ്ടാ ഉപകാരം ഉണ്ടാവുക എന്നൊന്നും പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. പണ്ടൊരു കുളത്തിലേ ഒരു ഉറുമ്പ് ഒരു കുളത്തിൽ വീണുപോയി. പാവം ചെറിയൊരു ഉറുമ്പ്. കുളം വലിയ കുളാണേ. കുളത്തിൽ വീണ് ഉറുമ്പ് ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് കഷ്ടത്തിലായി. നീന്തി അറ്റം കിട്ടാത്ത കുളത്തിലുണ്ട്. ഉറുമ്പിന് നീന്തിയ അത് കുറെ കഴിഞ്ഞാൽ തളർന്ന് മുങ്ങി ചാവുകയുള്ളൂ എന്നായി. ഇതിങ്ങനെ മുങ്ങി ചാവുകയുള്ളൂ എന്നായ സമയത്ത് കിളി, ഒരു പക്ഷി എന്ത് കണ്ടു? മരത്തിൻ്റെ മുകളിൽ കിളി ഇപ്പം ഉറുമ്പിൻ്റെ വേവലാതി കണ്ട് ആ കിളി ഒരു ഇല പൊട്ടിച്ച് കൊണ്ടുപോയിട്ട് ഉറുമ്പിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കൊടുത്തു. ഒരില. ഉറുമ്പ് എന്ത് ചെയ്തു? ആ ഇലയിൽ പറ്റി പിടിച്ച് കയറി മുണ്ടൊക്കെ പിഴിഞ്ഞ് കുടഞ്ഞു കൊടുത്തു. നല്ലോണം തലയൊക്കെ തോർത്തി നോക്കൊക്കെ ഒന്ന് തുടച്ചു. ആ മൂക്കിൽ പോയ വെള്ളമൊക്കെ ഒന്ന് ചീറ്റി തുടച്ച് കളഞ്ഞപ്പോൾ ഒരു ആശ്വാസമായി. അങ്ങനെ കാറ്റത്ത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഓളം തള്ളി അവിടെ എത്തി. കരയിലെത്തി ഇറങ്ങി കുടുംബത്ത് പോയി. സന്തോഷമായി. നല്ല വലിയ കാര്യമായി. അപ്പോൾ ഓണം വഴിക്കാൻ മരത്തിൻ്റെ മുകളിലിരിക്കാൻ കിളിയോട് പറഞ്ഞു, കിളിയെ വലിയ കാര്യമായി കേട്ടോ, ചത്തു പോകണ്ടോന്നാ ഞാൻ, പക്ഷെ ചാവാണ്ട നീ എന്നെ രക്ഷിച്ചു. അതുകൊണ്ട് നീ ചെയ്തു തന്ന ഉപകാരം ഞാൻ ഒരു കാലത്ത് മറക്കില്ല. മാത്രമല്ല എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു സമയത്ത് ഒരവസരം കിട്ടിയാൽ നിനക്ക് ഞാൻ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്യും എന്നും പറഞ്ഞു. അത് കേട്ടപ്പോൾ കിളി ചോദിച്ചു, നീ എന്ത് ചെയ്യാനാടോ ഇത്ര ശപോന്ന് ഉറുമ്പേ? ഉറുമ്പ് പറഞ്ഞു, നീ ചെയ്ത മാതിരി വലിയ കാര്യമൊന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല. എന്നാലും ചെറിയ എന്തെങ്കിലും ചെറിയ സഹായമൊക്കെ എനിക്ക് ചെയ്യാലോ. പിന്നെ ഒരു പരിഹാസ തോന്നിയതാർക്ക്? പക്ഷി കുറച്ച് വലിയ ആളാണല്ലോ ഉറുമ്പ്, നിസാരൻ. അങ്ങനെ കുറെ കാലം കഴിഞ്ഞു. അക്കാലത്ത് ഒരു ദിവസം നമ്മുടെ ഈ കിളി ആ മരത്തിൻ്റെ മുകളിൽ, വരിക്കപ്ലാവിൻ്റെ മുകളിൽ, മാധവൻ നായരുടെ പറമ്പിലെ വരിക്കപ്ലാവിൻ്റെ മുകളിലെ ചക്ക പഴുത്തിട്ടെ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കൊത്തി തിന്നൊരു ഓട്ട ഉണ്ടാക്കി. ഓട്ടയിലേക്ക് തലയും കണ്ട് കയറ്റി. കിളി തലയും കണ്ട് കയറിയ വരിക്ക ചക്കപ്പഴം തിന്നാൻ തുടങ്ങിയ വല്ല വിവരം ഉണ്ടാവുക? പണ്ടും വിവരമില്ല. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയ ഒരു വിവരം കാണാൻ പറ്റുമോ? ചുറ്റും കാണാൻ പറ്റുമോ? ഒന്നും കാണാണ്ട് ഇതിങ്ങനെ ആ പഴം തിന്ന് രസിക്കുക. അപ്പോഴല്ലേ എന്താ ഉണ്ടായ നിശ്ചണ്ടോ? ഒരു വേടൻ. ഇനി വെടിവെച്ച് പിടിക്കണമെങ്കിൽ വേടൻ അമ്പ അയക്കണം. വേടന അപ്പുറത്തെ മരത്തിൻ്റെ പഴുതിലിങ്ങനെ നിന്നിട്ട് പക്ഷിയുടെ നേരെ നോക്കിയിട്ട് പിടിച്ച് നിൽക്കുക. അപ്പം നമ്മുടെ ഉറുമ്പ് വൈകുന്നേരം 3:15 റേഷൻ കട തുറക്കാറായില്ലോ എന്നും പറഞ്ഞ് സഞ്ചിയും മടക്കി കക്ഷത്ത് വെച്ച് കൊടയും പിടിച്ചിങ്ങനെ പോരുക ഇടവഴിക്കൂടി. അപ്പം നോക്കുമ്പോഴാണ് എന്ത് കണ്ടത്? ഈ വേടൻ ഇങ്ങനെ മരത്തിൻ്റെ പിന്നാക്കം പതുങ്ങി നിൽക്കുന്നത് ആര് കണ്ടു? ഉറുമ്പ് കണ്ടു. അപ്പോൾ ഉറുമ്പ് നോക്കി ആരുടെ നേരെ അപ്പം പതുങ്ങി നിൽക്കണത് നോക്കിയപ്പം നമ്മുടെ മറ്റേ പക്ഷി. ഉറുമ്പിന് വേവലാതിയായി. ഉറുമ്പ് എന്ത് ചെയ്തു?
സഞ്ചി റേഷൻ കാർഡും കൊടയും മതിലിൻ്റെ മുകളിൽ അവിടെ വെച്ചിട്ട് വേഗം നാരായണരുടെ പറമ്പിക്ക് അങ്ങോട്ട് കയറി, ആ കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ കമ്പമിക്ക് അങ്ങോട്ട് കയറിയിട്ട് ഈ വേടൻ്റെ മുണ്ടുമിക്ക് അങ്ങോട്ട് കയറി, കാലുമ്പിക്ക് അങ്ങോട്ട് കയറി. പെട്ടെന്നായിപ്പോയി ഒക്കെ. കാലുമ്പിക്ക് അങ്ങോട്ട് കയറിയിട്ട് ഇവൻ അമ്പ് ഇങ്ങോട്ട് അയക്കാൻ അമ്പ് ഇങ്ങോട്ട് വിടാൻ പുറപ്പെട്ട സമയത്ത് ഈ ഉറുമ്പ് ഇവൻ്റെ കാലിൻ്റെ തുടങ്ങിയ ഒരു കടി അങ്ങോട്ട് കടി. അജ്ജാതിരി കടി അജ്ജന്മത്തെ കടിച്ചിട്ടില്ല. കാലിൻ്റെ തുടക്കി കടി അങ്ങോട്ട് കണ്ട് കട്ടുറുമ്പിൻ്റെ കടി അങ്ങോട്ട് കൊണ്ടപ്പോ എന്ന് പറഞ്ഞൊരു ചാട്ടം. അമ്പ അപ്പുറത്തെ പഞ്ചായത്തിലേക്ക് പോയി, വില്ല അപ്പുറത്തെ കുഴിയിലേക്ക് പോയി. ഇവനാച്ച ഊര കുത്തി വീഴും ചെയ്തു. വേടൻ. അപ്പോഴാണ് നമ്മുടെ കിളി എന്തോ ഒരു ശബ്ദം കേട്ടുല്ലോ എന്ന് പറഞ്ഞ് ചക്കയുടെ ഓട്ടയെന്ന് തല പുറത്തേക്കിട്ട് നോക്കുമ്പോഴാണ് വേടൻ മലർന്ന് കിടന്ന് ട്രൗസറൊക്കെ നേരെയൊക്കെ എണീക്കാൻ നോക്കണത്. മുണ്ടൊക്കെ പോയി. ഈ ഉറുമ്പ് എവിടെയും നിശല്യല്ലോ, പരാക്രമം കാണിക്കണവനെ. അപ്പൊ കിളി നിരീച്ചു. എന്തപ്പണ്ടായ വിശല്യല്ലോ. കിളി വേഗം എന്തോ ഒരു അപകടം ഉണ്ടെന്ന് മനസ്സിലാക്കി പറന്ന് പോവുകയും ചെയ്തു. ഉറുമ്പ് എന്ത് ചെയ്തു? ഇവന്റെ വെപ്രാളത്തിന്റെ ഇടയ്ക്ക് മെല്ലെ ആരും അറിയാതെ പറമ്പിക്ക് ഇറങ്ങി നടന്ന് പോന്ന് റേഷൻ കാർഡ് ആരെങ്കിലും എടുത്തുണ്ടോ ഇല്ലേ? മതിലിന്റെ 3 റേഷൻ കാർഡ് സഞ്ചിയും കോട്ടയും എടുത്ത് കക്ഷത്ത് വെച്ച് ആര് അങ്ങാടിക്ക് പോയി. ഉറുമ്പ് അങ്ങാടി പോയി അരിയും മറ്റേ സാധനങ്ങളൊക്കെ വാങ്ങി തലയിലേറ്റി പിടിച്ച റേഷൻ കാർഡ് കക്ഷത്തും വെച്ച് കോട്ടയും മടക്കി തോളത്ത് വെച്ച് ഇങ്ങനെ പോരുമ്പോഴാണ് ബസ് സ്റ്റോപ്പിൽ നിന്ന് ആരെ കണ്ടു? പക്ഷി ബസ്സിൽ പോവാൻ നിൽക്കണ്ട, അവിടെ വഴി നിൽക്കണേ. പക്ഷിയുടെ അടുത്ത് വന്ന് സഞ്ചി അവിടെ വെച്ച് കുറച്ചു നേരം ഇരുന്നിട്ട് നമ്മുടെ ഈ കിളിയുടെ അടുത്തേക്ക് നീങ്ങി നിന്നിട്ട് പറഞ്ഞു, എടോ പക്ഷിയെ, എന്താടോ? എന്നാലും എനിക്ക് അത്രയ്ക്കൊക്കെ പറ്റിയില്ലോ, സന്തോഷം ഉണ്ട് കേട്ടോ. ഇവിടെ എന്ത് ചോദിച്ചു? എടാ ഞാൻ ആ വരിക്ക ചക്കയുടെ ഉള്ളിക്ക് തലയും കയറ്റി വെച്ചിരുന്നിട്ട് ചക്കപ്പഴം തിന്നുന്ന സമയത്ത് മറ്റേ വേടൻ എൻ്റെ നെഞ്ചത്തൊക്കെ അമ്പയച്ചോ, നീ കണ്ടുവോ? എങ്ങനെ കാണാനാ? തലയുടെ ഉള്ളിക്ക് കയറ്റിയെ കാണുമോ? ഞാൻ അപ്പം റേഷൻ കടയ്ക്ക് വരുമ്പോഴല്ലേ കണ്ടത് എൻ്റെ നെഞ്ചത്തേക്ക് ഇങ്ങനെ അമ്പയക്കണത്. ആ പേടിച്ചു. അപ്പോഴേക്ക് ഞാൻ ഓടി വന്ന വേടൻ്റെ കാലിൻ്റെ തുടക്കടിച്ചങ്ങോട്ട് പൊളിച്ചില്ലേ. അത് കാരണം അവൻ ഊര കുത്തിയിട്ടാ കുഴിയിൽ വീണത്. അതുകൊണ്ട് അപ്പൊ പക്ഷി ചോദിച്ചു, നീ ആ പണി ചെയ്തത്? ഞാൻ. നീ ആ പണി ചെയ്യോണ്ടല്ലേ ഞാൻ ഇപ്പൊ ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറാൻ നിൽക്കണത്? അതെ. ഇല്ലാച്ചാൽ നമ്മൾ വേറെ വണ്ടിയിലല്ലേ പോവുക. അതേതാ വണ്ടി? അന്നേരം വിളിക്കണ വണ്ടിയിലെ അല്ലേ? ആലോചിച്ചു. അപ്പൊ ഈ പക്ഷിക്ക് വലിയ സന്തോഷമായി. പക്ഷി പറഞ്ഞു, എൻ്റെ ഉറുമ്പേ, എന്നാലും നീ ചെയ്ത ഒരു വലിയ മഹിമ എന്ന് പറഞ്ഞു ഉറുമ്പിന് ഒരു ഒറ്റ കെട്ടിപ്പിടുത്തം. ഉറുമ്പ് ചത്തും പോയി. അല്ല, ഉറുമ്പ് ചത്ത രസമില്ല കഥ. അതുകൊണ്ട് ഉറുമ്പ് ചത്തിട്ടില്ല. ഉറുമ്പ് ചത്ത കഥ രസം ഉണ്ടാവാണ്ടില്ല. ശരിയല്ലേ? അപ്പോൾ കഥ എന്തെങ്കിലും ആവട്ടെ, പോട്ടെ, കഥ കളഞ്ഞോളൂ. കഥയുടെ ഒരു കഥ മനസ്സിലായില്ലേ? നമുക്ക് തോന്നും നിസ്സാരനാണ്, ഉറുമ്പാണെന്നൊക്കെ തോന്നും, ഒരു ഉപകാരം ഉണ്ടാവില്ല എന്നും തോന്നും. പക്ഷെ അങ്ങനെ ഒന്നിനെയും നിസ്സാരമായി കളയരുത്. എല്ലാറ്റിനും അതിൻ്റെതായ സ്ഥാനവും പ്രാപ്തിയുണ്ട്. അത് നമുക്ക് ഉപകാരമായിട്ട് വരുമ്പോഴേ നമ്മളത് മനസ്സിലാക്കുള്ളൂ എന്ന് മാത്രം. നിസ്സാരമായത് ലോകത്തിലൊന്നുമില്ല. എല്ലാറ്റിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ തന്നെ നമ്മുടെ ചുറ്റും നോക്കൂ. എന്താ ഉപകാരമില്ലാത്ത എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ? എപ്പോഴും ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. ഓരോന്നിനെ കൊണ്ട് ഓരോ സമയത്ത് ഇല്ലേ ഉപകാരം. അങ്ങനെയാ ലോകം. അതുകൊണ്ട് എന്ത് വേണ്ടു മനസ്സിരുത്തു. അപ്പൊ നിസ്സാരമായിട്ട് ആരെയും കണക്കാക്കരുത്. എല്ലാവരോടും ആര് വിനയത്തോടെ പെരുമാറി. ഈ രാമൻ വളരെ ഭാവത്തോടെയാണ് പെരുമാറിയത്. അതുകൊണ്ട് ആര് വന്നാലും ആരോടും പരുഷം പറയുക, ധിക്കാരം പറയുക, നിന്ദ പറയുക ഒന്നും ചെയ്യില്ല. മാത്രമല്ല, ആരെങ്കിലും ഉപകാരം എന്തെങ്കിലും നിസാരമായത് ചെയ്തു തന്നാൽ പോലും അതിന് വലിയൊരു മഹിമയായിട്ട് എന്നും കണക്കാക്കി അങ്ങനെ കൃതജ്ഞതയോടുകൂടി കഴിച്ചുകൂട്ടി എന്നാ പറയണത്. എന്നിട്ടോ, ശീലവൃദ്ധൈഹി ജ്ഞാനവൃദ്ധൈഹി വയോവൃദ്ധൈശ്ച സജ്ജനൈഹി കഥയന്നാസ്തവൈ നിത്യം അസ്ത്രയോഗ്യാന്തരേഷു. ഈ രാമൻ എങ്ങനെയാണെന്നറിയൂ? ഈ അസ്ത്രയോഗ്യാന്തരേഷു, അസ്ത്രയോഗ്യാന്തരം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമോ? മനസ്സിലാവില്ല. ഇന്റർവെൽ സമയങ്ങൾ. എന്താ ഇപ്പൊ മനസ്സിലായില്ലേ? എന്ത് ഇന്റർവെല്ല്? എന്തെങ്കിലും ഒരു പ്രധാന പണി ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവണേ ഒഴിവ് സമയത്തിനാണ് നമ്മൾ എന്തോ പറയുക? ഇടവേള എന്ന് പറയില്ലേ? ഇപ്പോൾ സ്കൂളിൽ പഠിക്കുക വെച്ചാൽ ഇടയ്ക്ക് ആ മൂത്രം കഴിക്കാൻ പറ്റുന്ന സമയത്ത്, ഊണ് കഴിക്കാൻ പറ്റുന്ന സമയത്ത് ഇടവേളയാണ്. ഈ ജോലിക്ക് പോകുക വെച്ചാൽ ഉണ്ണണ നേരം ചില നേരങ്ങളൊക്കെ പഴുതുണ്ടാവില്ലേ? ഇടവേളകൾ എന്ന് പറയും. അപ്പോൾ ഇടവേള സമയത്ത് ഈ കുട്ടിയാണെങ്കിൽ അസ്ത്രയോഗ്യാന്തരേഷു, അസ്ത്ര ശസ്ത്ര വിദ്യ പഠിച്ച് അഭ്യസിച്ച് കൊണ്ടിരിക്കണതിൻ്റെ ഇടവേള സമയങ്ങളിൽ എന്ത് ചെയ്തു? ഇടവേള സമയത്ത് എന്ത് ചെയ്തു? മൊബൈലിൽ കുത്തിയിരുന്നു എന്നോ തൊണ്ടി എന്ത് ചെയ്തു? വൃദ്ധജനങ്ങളുടെ കൂടെ കൂടിയെന്ന്. എന്ത് വൃദ്ധജനങ്ങളുടെ കൂടെ കൂടി? വയസ്സന്മാരുടെ കൂടെ. വയസ്സന്മാരെ നല്ല അർത്ഥം. വൃദ്ധന്മാർ ശ്രദ്ധിക്കണം കേട്ടോ. 4 ജാതി വയസ്സന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഏതാ 4 ജാതി വയസ്സന്മാർ? ഒന്ന് തീരെ വയ്യാത്ത വയസ്സന്മാർ, പിന്നെ ഒന്ന്
അങ്ങനെയാണോ? അതാണ്. അങ്ങനെയല്ല. വയസ്സന്മാരെന്ന് പറഞ്ഞ 4 ജാതി ഉണ്ട്. ഏതൊക്കെയാണെന്നറിയോ? 1 ജ്ഞാനവൃദ്ധൻ, 2 തപോവൃദ്ധൻ, 3 ധർമ്മവൃദ്ധൻ, 4 വയോവൃദ്ധൻ. 4 ജാതി വൃദ്ധന്മാരുണ്ട്. ഏതൊക്കെയാ 4 ജാതി? 1 ജ്ഞാനവൃദ്ധൻ, 2 തപോവൃദ്ധൻ, 3 ധർമ്മവൃദ്ധൻ അല്ലെങ്കിൽ ശീലവൃദ്ധൻ, 4 വയോവൃദ്ധൻ. അതിൽ ഈ വൃദ്ധൻ എന്നുള്ള വാക്കിന് സംസ്കൃതത്തിൽ എന്താ അർത്ഥം എന്നറിയോ? വർദ്ധിച്ചതുള്ളവൻ, കൂടിയതുള്ളവൻ എന്നർത്ഥം. എന്ത് കൂടിയത്? നമ്മുടെ ഇടയിൽ വയസ്സ് കൂടിയാരെയാണ് നമ്മൾ വൃദ്ധൻ എന്ന് പറയുക. വയസ്സ് കൂടിയവർ മാത്രമല്ല വൃദ്ധന്മാരെ, അറിവ് കൂടിയ ആളെ എന്താ വിളിക്കുക എന്നറിയോ? ജ്ഞാനവൃദ്ധൻ. അയാൾക്ക് ജ്ഞാനം, അറിവ് നല്ലോണം ഉണ്ട്, ജ്ഞാനവൃദ്ധൻ എന്ന് പറയും. ജ്ഞാനവൃദ്ധനെ കണ്ട ബഹുമാനിക്കണം. പിന്നെ രണ്ടാമത്തേത് തപോവൃദ്ധൻ. തപോവൃദ്ധൻ പ്രായം ചെറുപ്പമാവും, പക്ഷെ തപസ് നല്ലോണം തപസ് ചെയ്ത് ധാരാളം കയ്യിലുണ്ടാവും. അത്തരക്കാരെ എന്ത് വിളിക്കും? തപസ് കൂടിയ ആളായതുകൊണ്ട് തപോവൃദ്ധൻ. ഇനി മൂന്നാമതൊരാളുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ധർമ്മവൃദ്ധൻ. എന്താ ധർമ്മവൃദ്ധൻ? എന്താർത്ഥം? പ്രായം ചിലപ്പം ചെറുപ്പാവും, പക്ഷെ എന്തുണ്ടാവും? ധർമ്മനിഷ്ഠ ധാരാളം ഉണ്ടാവും. അത്തരക്കാരി എന്ത് പറയും? ധർമ്മവൃദ്ധൻ. അത് കഴിഞ്ഞ് നാലാമത്തെ ആളാണ് ആര്? വയോവൃദ്ധൻ. വയോവൃദ്ധൻ എന്താർത്ഥം? വയസ്സ് കുറെ കൂടിയ ആള്. ഇങ്ങനെയാണ് 4 കൂട്ടര്. ഇതിൽ നമ്മൾ ഈ 4 കൂട്ടരും ഉണ്ടെങ്കിൽ ആരെയാണ് ആദ്യം ബഹുമാനിക്കേണ്ടത്? ഈ പറഞ്ഞ ക്രമത്തിലാണ് ബഹുമാനിക്കേണ്ടത്. ആദ്യം ഇപ്പം 4 പേരും ഉണ്ട് വൃദ്ധന്മാര്. വയോവൃദ്ധൻ, ജ്ഞാനവൃദ്ധൻ, ധർമ്മവൃദ്ധൻ, എല്ലാവരും ഉണ്ട്, തപോവൃദ്ധനൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം ആരെ ബഹുമാനിക്കണം? ആദ്യം ജ്ഞാനവൃദ്ധനെ നമസ്കരിക്കണം, രണ്ടാമത് തപോവൃദ്ധനെ നമസ്കരിക്കണം, മൂന്നാമത് ധർമ്മവൃദ്ധനെ നമസ്കരിക്കണം, നാലാമത് വയോവൃദ്ധനെ നമസ്കരിക്കണം. ഇപ്പൊ ശ്രീശുകരെയൊക്കെ കേട്ടില്ലേ നമ്മൾ? ശ്രീശുകരൊക്കെ ജ്ഞാനവൃദ്ധന. വയസ്സെത്രയാ? തം ദിഷ്ടവരിഷ സുകുമാര പാദകരോരു ബഹ്വം സകപോല ഗാത്രം. എത്രയാ പ്രായം? തം ദിഷ്ടവരിഷ എന്നാണ്. 16 വയസ്സേ ഉള്ളൂ. 16 വയസ്സിൽ ഒരു കുട്ടിയൊക്കെ ആവും നമ്മൾ +1 +2 ചോദിക്കും. ആരോട്? ഒരു വിലയില്ല തോന്നുമോ? +1 +2 പഠിക്കുന്ന കുട്ടിയോട് നമുക്ക് സ്നേഹമൊക്കെ ഉണ്ടാവും, പക്ഷെ അങ്ങനെ വലിയ ബഹുമാനമൊന്നും നമുക്ക് തോന്നുന്നില്ല. പക്ഷേ ഇദ്ദേഹം പ്രായമുള്ള ആളാണെങ്കിലും അദ്ദേഹത്തെ എല്ലാവരും ബഹുമാനിച്ചു എന്ന് കേട്ടില്ലേ? ജ്ഞാനവൃദ്ധൻ. പിന്നെ തപസ് കൂടിയ കൂട്ടരുണ്ട്, തപോവൃദ്ധന്മാര്, മഹാകേമന്മാര്, അങ്ങനെയുണ്ട്. അതുപോലെ ധർമ്മത്തിൽ നിന്ന് തെറ്റാതെ നടക്കണവര് ധർമ്മവൃദ്ധന്മാര്, അവരെയും ബഹുമാനിക്കണം. പിന്നെ വയോവൃദ്ധന്മാര്, അവർക്ക് ചിലപ്പോൾ ജ്ഞാനം ഉണ്ടാവില്ല, തപസ് ഉണ്ടാവില്ല, ധർമ്മം ഉണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷെ എന്നാലും അവരെ ബഹുമാനിക്കണം. കാരണം എന്താണെന്നറിയോ? വയസ്സു കൂടുതലുണ്ട്. കാരണം എന്താ? ഇത്രയും കാലം ജീവിച്ച ജീവിത പരിചയത്തിന്റെ വിവരം വെളിച്ചും അവരുടെ കയ്യിൽ നല്ലോണം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചോദിക്കണം. മുത്തശ്ശ ഇതെങ്ങനെയാ? ഞാൻ ചോദിക്കണം. എന്താ കാരണം? അവർക്ക് നമ്മളെക്കാളും ഈ വിഷയം കണ്ടിട്ടും കേട്ടിട്ടും പെരുമാറിയിട്ടും അനുഭവിച്ചിട്ടും ശീലം ഉണ്ടാവും. ഇപ്പൊ 4 വൃദ്ധന്മാരെയും കണക്കാക്കണം. അതുകൊണ്ട് ഈ മഹാഭാരതത്തിലൊരു പദ്യമുണ്ട്: വൃദ്ധന്മാരില്ലാതൊരു സഭയും സഭയല്ല. വൃദ്ധന്മാരില്ലെങ്കിൽ സഭയാവില്ല എന്ന് മഹാഭാരതം വായിച്ചിട്ട് വൃദ്ധന്മാരില്ലല്ലോ, ഒക്കെ ചെറുപ്പക്കാരാണല്ലോ പറഞ്ഞ നാട്ടിൽ കിടപ്പിലായവരൊക്കെ കൊണ്ടുവന്ന്. അതല്ല. അപ്പൊ മനസ്സിലായില്ലേ? വൃദ്ധന്മാരെ പറഞ്ഞാലേ കിടപ്പിലായവരോ വയസ്സായവരൊന്നും മാത്രമല്ല, അറിവ് കൂടിയവരും സഭയിൽ വേണം, തപസ് കൂടിയവര് സഭയിൽ വേണം, ധർമ്മം കൂടിയവര് സഭയിൽ വേണം, വയസ്സ് കൂടിയവരും എല്ലാവരും ഉണ്ടായാലേ എല്ലാ തലത്തിലും വേണ്ടതായ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വന്ന് ഇതിനൊരു പൂർത്തി ആവുള്ളൂ. മനസ്സിലായി? രാമൻ അങ്ങനെ കഴിച്ചു കൂട്ടി. അർത്ഥം എന്താ? അറിവുള്ളവരുടെ കൂടെ കൂടി, തപസ്സുള്ളവരുടെ കൂടെ കൂടി, ധർമ്മമുള്ളവരുടെ കൂടെ കൂടി, വയസ്സുള്ളവരുടെയും കൂടെ കൂടി എല്ലാ ദിക്കിന്നും അവനവന് വേണ്ടത് നേടി. അങ്ങനെ അറിവ് നേടേണ്ടത് പലതുള്ളി രാമന്റെ കഥയാണ്. അങ്ങനെ രാമൻ മഹാകേമനായിട്ട് മിടുക്കനായിട്ട് ഇരിക്കണ കാലത്ത് രാജാവിന് വലിയ സന്തോഷമായി. രാജാവ് തീരുമാനിച്ചു, എന്ത് ചെയ്യണം? നല്ല മിടുക്കനല്ലേ ഉണ്ണി? എന്താ ഇനിയിപ്പോൾ എന്നേ ഉള്ളൂ, ഉണ്ണി രാജാവായിട്ടൊന്ന് ഇരുന്ന് കണ്ട് അങ്ങോട്ട് പോവുക. ആര് തീരുമാനിച്ചു? ദശരഥൻ. ഇനി ദശരഥൻ്റെ ആ വഴിയുള്ള ചിന്തകളാണ് ഇനി വരണത് കേട്ടോ. ശ്രദ്ധിക്കണം. നമ്മൾ ഇത്രയും നമ്മൾ കേട്ടിട്ടുണ്ട്. എവിടെ കേട്ടിട്ടുണ്ട്? നമ്മുടെ അധ്യാത്മരാമായണത്തിലൊക്കെ നമ്മൾ പലതും കേട്ടിട്ടുണ്ട്. ഇനി അവിടെ കേട്ട സമ്പ്രദായം അല്ല കേട്ടോ ഇനി ഇവിടെ വരാൻ പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കണേ. അപ്പോൾ എല്ലാവരും ഊണൊക്കെ കഴിച്ച് മുമ്പിലേക്കൊക്കെ കയറി ഇരിക്കുക. ശ്രദ്ധിച്ച് നമുക്കൊരു 2 മണിക്ക് ശേഷം ആ ഭാഗം അർത്ഥം പറഞ്ഞ് വിസ്തരിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.